നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒടുവില് തലനാരിഴയ്ക്കാണ് സച്ചി രക്ഷപ്പെടുന്നത്. ബൈക്കേലിടിച്ച് കാർ നിൽക്കുമ്പോഴത്തേനും സച്ചി ഞെട്ടിപ്പോയി. സച്ചി പെട്ടെന്ന് ചാടി ഇറങ്ങി നോക്കിക്കഴിയുമ്പോൾ അരുണെന്ന് പറയുന്ന ആ പോലീസുകാരനും കൂടെ ഒന്ന് രണ്ട് കോൺസ്റ്റബിൾമാരും അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ സച്ചിയെ കണ്ടു. അങ്ങോട്ട് സച്ചിയുടെ അടുത്തേക്ക് വന്നു. ഓഹോ, അപ്പൊ നീയായിരുന്നല്ലേ എന്നെ ഇടിച്ചു കൊല്ലാൻ വേണ്ടി വന്ന കണ്ടാ നീ? അയ്യോ സാറേ, അങ്ങനൊന്നുമില്ല. കാറിന്റെ ബ്രേക്ക് പോയി, ബ്രേക്ക് കിട്ടിയില്ല, അതുകൊണ്ട്. മനസ്സിലാടാ, മനസ്സിലായി. കാറിന്റെ ബ്രേക്ക് പോയെന്നും പറഞ്ഞോണ്ട് നീ എന്നെ കൊല്ലാൻ വേണ്ടി വന്നല്ലേ? അയാൾക്കാണെങ്കിലോ സച്ചിയോട് മുമ്പ് തൊട്ട് കുറച്ച് നാൾ മുമ്പ് തൊട്ട് വൈരാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന അയാൾക്കറിയത്തില്ല താ സ്നേഹിക്കുന്ന ദേവുവിന്റെ ചേട്ടനാണ് ഈ പറയുന്ന സച്ചി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഒടുവിൽ അരുൺ പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാടാ, നിനക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കും. സച്ചി പറഞ്ഞു, സാർ എന്ത് വർത്താനാ പറയണേ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ കാറിന് ബ്രേക്ക് ഇല്ല, ബ്രേക്ക് പോയതുകൊണ്ടാ. വെറുതെ അഭ്യാസം കാണിക്കൊന്നും വേണ്ട. എന്റെ അടുത്ത് നിന്റെ അഭ്യാസം ഒന്നും വേണ്ട. നിനക്കിട്ടുള്ള പണി ഞാൻ തരാം. നീ എന്നെ മനപ്പുറം ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതാ. മുമ്പ് തൊട്ട് നിനക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ തെളിയിച്ചോളാം. അപ്പൊ നീ ഒതുക്കത്തെ കിട്ടിക്കഴിഞ്ഞപ്പോ എന്നെ തീർക്കാൻ ശ്രമിച്ചില്ലേ? നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. സച്ചി പറഞ്ഞിട്ട് അവരൊട്ട് വിശ്വസിച്ചതുമില്ല. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും അരുൺ എന്ത് ചെയ്തു? കാറിന്റെ കീ അങ്ങ് എടുത്തു. ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അയ്യോ സാറേ, അങ്ങനെ പറയരുത് പ്ലീസ്. എന്റെ ജീവനമാർഗം അത്. എടാ, നിന്റെ ജീവനമാർഗം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. നീ ആൾ തരികടയാന്ന് മനസ്സിലായി. അങ്ങനെ സച്ചിയുടെ കാറിന്റെ കീയും കൊണ്ട് അരുണ പോലീസുകാരെ സ്റ്റേഷനിലേക്ക് പോവാ. സച്ചി ആകെപ്പാടെ വല്ലാതായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കാറിന്റെ ബ്രേക്ക് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. സച്ചി പറഞ്ഞിട്ടാണെങ്കിലോ അവരൊട്ട് വിശ്വസിക്കാൻ കൂട്ടാക്കൊന്നും ഉണ്ടായിരുന്നില്ല. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് പോലെ അറിയണ്ടായിരുന്നില്ല. അവിടെ ഇടിച്ച് നിന്നു. അല്ലായിരുന്നെങ്കിൽ വലിയ അപകടത്തിൽ ചെന്ന് കലാശിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ കാറിന്റെ ബ്രേക്ക് അഴിച്ചു വിട്ടാർന്ന കാര്യമൊന്നും സച്ചിക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. ഒടുവിൽ സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു, സാറേ, എൻ്റെ കാറിന്റെ കീയുമായിട്ട് ഇവിടുത്തെ ഒരു സാറ് പോന്നിട്ടുണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചു. കാര്യം പറയണം. എടോ, അയാളെ ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ കേസ് വന്നിരിക്കുന്നത്. അയ്യോ സാറേ, ഞാൻ അങ്ങനെയും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോഴേക്കും SI അങ്ങോട്ടേക്ക് വന്നു. SI വന്നു കഴിഞ്ഞപ്പോൾ സച്ചി പോയി കാര്യം പറയേണ്ടത്. സാറേ, എൻ്റെ കാറിന്റെ കീ വേണം. ഞാൻ ആരെയും മനഃപൂർവ്വം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. അത് കാറിന്റെ ബ്രേക്ക് പോയതുകൊണ്ടാ. നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. അതെ, നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. അല്ലാതെ ഇങ്ങനെ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണോ ചെയ്യുന്നത്? അയ്യോ സാറേ, എനിക്ക് ആ സാറിനോട് ഒരു വൈരാഗ്യം ഇല്ല. അങ്ങനെയല്ലല്ലോ വന്നിട്ട് അരുൺ പറഞ്ഞത്. നിനക്ക് അയാളുടെ വൈരാഗ്യമുണ്ട്. വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണെന്നാണല്ലോ. സാറേ, അങ്ങനൊന്നും അല്ല. എന്താണെങ്കിലും കാറിന്റെ കീ ഇന്ന് തരാൻ പറ്റില്ല. സാറേ, അങ്ങനെ പറയരുത് സാറേ, പ്ലീസ്. ബ്രേക്ക് പോകുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. സാറ് വേണമെങ്കിൽ ചെക്ക് ചെയ്തോ. എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞു. തരാൻ പറ്റില്ല. താൻ നാളെ വാ, ഇന്ന് പോയിട്ട് നാളെ വരാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ SI അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് ഭയങ്കര ടെൻഷനായി. സച്ചി എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുമ്പോൾ അരുൺ അങ്ങോട്ട് വന്ന് സച്ചി അങ്ങോട്ട് തള്ളി മാറ്റി. അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം അയാളുടെ ഉള്ളിൽ വൈരാഗ്യം കിടക്കുക. കഴിഞ്ഞ പ്രാവശ്യം സച്ചി അയാളുടെ പോക്കറ്റ് വലിച്ചു കീറിയതാണ് ഹോട്ടലിൽ വെച്ചിട്ട്. ആ വൈരാഗ്യം കിടക്കുന്നുണ്ട് അരുണിന്റെ മനസ്സിൽ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, വേണ്ട സാറേ, സാർ ഇത് വൈരാഗ്യം തീർത്താന്നുള്ള കാര്യം എനിക്കറിയാം. അത് എൻ്റെ അടുത്ത് വേണ്ട. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കാറിന്റെ ബ്രേക്ക് പോയതുകൊണ്ട് തന്നെയാ. ഒന്ന് പോടോ അവിടുന്ന്. നിനക്കിനിയിപ്പോൾ കാറ് കിട്ടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് വേണ്ടതുപോലെ ഞാൻ ചെയ്യുകയും ചെയ്യും. നിന്നെ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതിയോ? ഞാൻ ഓങ്ങിയിരിക്കുമായിരുന്നു നിന്നെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും കിട്ടിയല്ലോ, അത് തന്നെ സമാധാനം എന്ന് പറഞ്ഞു. സച്ചിയാണെങ്കിൽ ആകെപ്പാടെ വിഷമത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു, ഇതെന്താ സച്ചിയേട്ടാ ഓട്ടോറിക്ഷയ്ക്ക് വരുന്നത്? കാർ എന്തെന്ന് ചോദിച്ചു. അത് പിന്നെ രേവതി ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. രേവതിയോട് കാര്യം പറയണം. അപ്പോഴേക്കും രേവതി ചോദിച്ചു, സച്ചിയേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാറ് സച്ചേട്ടാ, കാറിന്റെ കീ നമുക്ക് നാളെ ആണെങ്കിലും വാങ്ങാലോ. എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു എന്തോ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, രേവതി, എനിക്കതല്ല. എൻ്റെ കാറ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഓട്ടം പോകുന്നേ. നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ? സാരമില്ല സച്ചേട്ടാ. സച്ചേട്ടനൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക. ഈ സമയം സച്ചി ഇങ്ങനെ ആലോചിച്ചു. എന്നാലും കാറിന്റെ ബ്രേക്ക് എങ്ങനെയാ പോയത്? അതാ എനിക്ക് മനസ്സിലാകാത്തെ. നീയും കൂടെ ഇല്ലാത്ത ഭാഗ്യമായിപ്പോയി. നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ എൻ്റെ ടെൻഷൻ കൂടിയാനും. കാറിന്റെ ബ്രേക്ക് പോകാനായിട്ട് ഒരു വഴിയുള്ളതല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സർവീസ് സെന്ററിൽ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യിക്കുന്ന. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയേട്ടാ, നമ്മുടെ സമയം ശരിയല്ലാന്ന് തോന്നേ, അതുകൊണ്ടായിരിക്കും. ഇതൊന്നുമല്ല. സച്ചിയുടെ മനസ്സിൽ പല സംശയങ്ങളും വന്നു. കാറിന്റെ കീ ഇന്നലെ ഞാൻ അവിടെ കൊണ്ട് വെച്ചായിട്ടാ തോന്നേ. പക്ഷെങ്കിൽ
ഇന്ന് കാറിൻ്റെ കീ ഇവിടെ നിരത്ത് കിടക്കുന്ന കണ്ടു. എവിടെ എന്തോ ഒരു പന്തികേട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് രേവതി. എന്താ സച്ചേട്ടാ അങ്ങനെ തോന്നാൻ കാരണം? എനിക്കെന്തോ കാറിൻ്റെ ബ്രേക്ക് പോയതിന് നല്ല സംശയമുണ്ട്. ഇനിയിപ്പം നമ്മളെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചാണോ? അപായപ്പെടുത്താനോ? അതെങ്ങനെ സച്ചേട്ടാ? അതെങ്ങനെ ശരിയാവും? കാറിൻ്റെ ബ്രേക്കൊക്കെ അഴിക്കണമെങ്കിൽ അത് ശരിയാണ്, കാറിൻ്റെ കീ കെട്ടണം. പക്ഷേ സച്ചിക്കൊന്നും മനസ്സിലായതില്ല. അതേ സമയത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ആന്റണി. കാരണം കാർ എടുത്തുകൊണ്ട് സച്ചി പോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അവൻ്റെ ശിങ്കിടികളെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തിരി കഴിയുമ്പോഴത്തേനും അവൻ്റെ അപകട വാർത്തയായിരിക്കും അറിയാൻ പോന്നെ, അവൻ തീർന്നെന്നുള്ള കാര്യം. അപ്പം രക്ഷപ്പെട്ടു എന്നൊക്കെ സന്തോഷിച്ചിരിക്കുന്ന ആന്റണിയുടെ അടുത്തേക്ക് അവൻ്റെ അനുയായികൾ എന്നു ചെന്നിട്ട് കാര്യം പറയണം. ബോസെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. സംഭവിച്ചില്ലേ? അവൻ അപകടം ഒന്നും സംഭവിച്ചില്ലേ? ഇല്ല, അവനൊരു ബൈക്കേൽ ഇടിപ്പിച്ച് നിർത്തി, അതുകൊണ്ടൊന്നും സംഭവിച്ചൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ്റെ കാറിൻ്റെ കീ ഒക്കെ പോലീസുകാർ കൊണ്ടുപോയി. പോലീസുകാർ കൊണ്ടുപോയോ? അതെ, ഇനിയിപ്പോൾ അത് അവന് കിട്ടുമെന്ന് തോന്നില്ല. എടാ അതുകൊണ്ട് എന്താ പ്രയോജനം ഇരിക്കുന്നേ? എന്നാലും ബോസെ അവൻ്റെ ഓട്ടം മുടങ്ങിയില്ലേ, അത് അവനിട്ടൊരു അടിയല്ലേന്ന് ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ എങ്കിൽ അവൻ്റെ ജീവൻ പോണായിരുന്നു ആ രേവതിക്കിട്ട് പണി കൊടുക്കാനായിട്ട്. കാരണം അവൾ എന്നെ തല്ലേന് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്ന കരുതുന്നതോ? ഒരിക്കലും ഇല്ല. ഇനി അവൻ ആ കാറ് കിട്ടാൻ പാടില്ല, ഒരു കാരണവശാലും കിട്ടരുത് കാറ്. അത് കേട്ടതും ഒരുത്തിന് പറഞ്ഞു, അല്ല അതിനിപ്പോൾ എന്ത് ചെയ്യും ബോസേ? എന്ത് ചെയ്യണമെന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിയുടെ കോള് വരുവാണ് ആന്റണിക്ക്. ആന്റണിയുടെ പിന്നെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ആന്റണി വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് പ്രശ്നം? അതെ, അല്ല സച്ചിയുടെ കാറിൻ്റെ കീ ഇന്നലെ അതൊക്കെ എല്ലാം അവിടെ തന്നെ എത്തിച്ചിട്ടുണ്ട്, ആ കാര്യം ഒന്നോർത്ത് ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ശ്രീകാന്തും വർഷയൊക്കെ കാറിൻ്റെ ബ്രേക്ക് പോയ കാര്യവും ആക്സിഡൻ്റ് ആയ കാര്യങ്ങളൊക്കെ അറിയുവാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, സച്ചേട്ടാ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതല്ലേ, അപ്പം പിന്നെ ഇത് ഇങ്ങനെ സംഭവിച്ചെന്ന് അതാടെ എനിക്കും മനസ്സിലാകത്തെ. അപ്പോഴേക്കും ആൻ്റണിയുടെ രൂപ സച്ചിയുടെ മനസ്സിലേക്ക് തെളിയുവാണ്. ഇനിയിപ്പോൾ അവൻ വല്ല പ്രതികാരം ചെയ്യാനായിട്ട് ചെയ്തതാണോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. രേവതിയോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പോഴേക്കും രേവതിക്ക് സംശയമായി. രേവതിയോട് സച്ചേട്ടാ അങ്ങനെ എന്തേലും ആയിരിക്കുമോ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിലും കാറിൻ്റെ കീ കിട്ടണമല്ലോ എന്നൊരു ചിന്ത. കാറിൻ്റെ കീ കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സാരമില്ല, നോക്കാം. അവനാണെങ്കിൽ രേവതി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എന്നെ കൊല്ലാനായിട്ട് അവൻ്റെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് അരുൺ ദേവുവിൻ്റെ അടുത്തേക്ക് ഇരുന്നത്. അങ്ങനെ ദേവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അരുൺ പറഞ്ഞു, ഇന്ന് എന്താണെങ്കിലും എനിക്കിട്ട് പണി വെച്ച ഒരുത്തരുടെ നല്ല ഒന്നാന്തരം പണി ഞാൻ കൊടുത്തെന്ന് പറഞ്ഞു. പണി കൊടുത്തെന്നോ? അതെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുത്തന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ചൊറിയാൻ വരുമെന്ന്, അവനോട്ടുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ദേവു പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അരുണേട്ടാ, വല്ലവരും വല്ല വഴിക്കും പോകും, വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ദേവു ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ. എൻ്റെ അടുത്ത് വരുന്നവന്മാരെ ഇങ്ങനെ വലിയ അഹങ്കാരം കാണിച്ച് വരുന്നവന്മാരെ ഒരുത്തരം ഞാൻ വിട്ടിട്ടൊന്നുമില്ല. എത്രാമത്തെ ട്രാൻസ്ഫറാണ് എനിക്കെന്നറിയാവോ? ഇനി ഇവിടുന്ന് പോയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എങ്കിൽ ഞാൻ പണി കൊടുക്കണം, ഞാൻ പണി കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അവനിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, ഒരൊന്നാന്തരം പൂട്ടാൻ ഞാൻ പൂട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. ദേവുവിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ദേവ് പറഞ്ഞു, അരുണേട്ട എന്ത് സംഭവിച്ചുകൊണ്ട് അറിയാലോ. അരുണേട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ മേടിച്ച് ഓടി നടന്നിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ടുണ്ടോ? അതൊന്നും ഓർത്ത് നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ അമ്മയ്ക്ക് ഇത് പുത്തിരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല, അല്ലായിരിക്കും, പക്ഷെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ഈ വഴക്കും പ്രശ്നത്തിനൊന്നും പോകണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടത് അവരും പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം പോകുന്നല്ലോ, അവൻ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതല്ലേ, അവനിട്ടൊരു പണി കൊടുക്കാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. പണി കൊടുത്തു, അവൻ ഇനി എൻ്റെ കാൽച്ചോട്ടി വരണം, എൻ്റെ കാലി വീണ് അപേക്ഷിക്കണം. പക്ഷെ എന്നാലും ഈ അരുണ് അവന് വെറുതെ വിടാൻ പോകുന്നില്ല, അവനിട്ടുള്ള പണി ഞാൻ തയ്യാറാക്കി കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ദേവുവിനും അറിയത്തില്ല ഈ പറയുന്ന സച്ചേട്ടൻ്റെ കാറിൻ്റെ കീയാണ്, അല്ലെങ്കിൽ സച്ചേട്ടനാണ് അരുൺ പണി കൊടുത്തിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.